നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ടോയ്സ് ടു ടീൻസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ എടുത്തു. ക്വസ്റ്റ്യൻ ആൻസർ തന്നു. ദാണ്ട് അതിൻ്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നോക്കൂ, ആക്ടിവിറ്റി 1, പേജ് നമ്പർ 161. അനലൈസ് ദി ആഡ് ജിംഗിൾസ് ഗിവൺ ബിലോ. നോക്കൂ, ഒരു റിതമോടുകൂടി ഇങ്ങനെ പരസ്യത്തിനെ പറ്റിയിട്ട് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നിട്ടുള്ള കണ്ടില്ലേ? നമ്മുടെ ഗാദർ ജാമിൻ്റെ ഒക്കെ പരസ്യം കണ്ടില്ലേ? അതുപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇമാജിൻ യു ആർ മാർക്കറ്റിംഗ് കാർട്ടൂൺസ് ഫോർ ചിൽഡ്രൻ. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കാർട്ടൂൺസ് മാർക്കറ്റ് ചെയ്യുന്ന ആളാണ്. ഓൺ ദ ബേസിസ് ഓഫ് യുവർ അനാലിസിസ് ഓഫ് ദി ആഡ് ജിംഗിൾസ് അബവ് ക്രിയേറ്റ് എ ഫ്യൂ ഓഫ് യുവർ ഓൺ. ഇത് തന്നിരിക്കുന്നതുണ്ടോ? ഇത് മൂന്നും വെച്ചിട്ട് നിങ്ങളുടെ രീതിയിലുള്ള ഇപ്പോൾ എന്താണ് നല്ല റിതമൊക്കെ വേണം. റിതം വേണം, കേൾക്കുമ്പോൾ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിയൊക്കെ തോന്നുന്ന രീതിയിൽ, എന്നാൽ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള 2-3 നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ആഡ് ജിംഗിൾസിൻ്റെ റൈമിങ് ആൻഡ് റിതമിക്, ഷോർട്ട് ആൻഡ് സിമ്പിൾ, ഇമോഷണലി അപ്പീൽ, പിന്നെന്തും കൂടെ വേണമായിരിക്കും? എഫക്റ്റീവ്നെസ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊരു 2-3 എഴുതിയേ. ജംപ് ആൻഡ് പ്ലേ, മേക്ക് യുവർ ഡേ, ലവ് ആൻഡ് ലേൺ, ഇറ്റ്സ് യുവർ ടേൺ. 2-3 ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതാം. ഡ്രോ എ ലൈൻ, പെയിൻറ് ദി സ്കൈ, ലെറ്റ് യുവർ ഡ്രീംസ് ഫ്ലൈ ഹൈ. പിന്നെ വേവ് യുവർ വാൻഡ്, see the spark, magic lives in every heart. Shapes and letters ABC, let us learn together 1, 2, 3. ഇതൊക്കെ എളുപ്പമല്ലേ? ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതുക കേട്ടോ. ഇനി ആക്ടിവിറ്റി 2, fascinated by ads, one of your friends plans to buy a product from an unfamiliar website. You feel it your responsibility to make your friend aware of the possible dangers of such transactions. Write the likely conversation between you and your friend. ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളൊക്കെ ഉള്ള അബദ്ധം തന്നെ. നമ്മൾ ആ പരസ്യം കണ്ടങ്ങ് മയങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് പൈസ മുടക്കി മേടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട് അല്ലേ? നമുക്കൊക്കെ അത് അറിയുകയും ചെയ്യാം. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചറായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ. അത് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണ്? ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ചിന്ത, ഒരു ഇമേജ് മാത്രമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് വാങ്ങിക്കാനായിട്ട് പോവും അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഇങ്ങനെ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും അതിനെ പറ്റിയിട്ട് നമ്മൾ അവനോട് പറയും അല്ലെ അവളോട് പറയും, എടാ നീ സൂക്ഷിച്ചാണോ, ഇന്ന കാര്യങ്ങളൊക്കെ ആ സൈറ്റിനുണ്ടോ, അത് ലോക്ക്ഡൗണുള്ള സൈറ്റാണോ, നീ അതിനെ പറ്റി നോക്കിയോ, റിവ്യൂ നോക്കിയോ എന്നൊക്കെ നമ്മൾ കൂട്ടുകാരോട് ചോദിക്കത്തില്ലേ? ആ ഒരു കോൺവെർസേഷൻ, ബിക്കോസ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലേ. ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ കൂടെ നിൽക്കേണ്ടുന്ന ആളല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു ചതിക്കുഴിയിൽ വീഴുക എന്ന് പറയുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവരോട് എന്ത് ചെയ്യാണ്? ഒരു കോൺവെർസേഷൻ. ഹേ, ഐ ഹേർഡ് യു ആർ ബൈയിങ് സംതിങ് ഫ്രം എ ന്യൂ വെബ്സൈറ്റ്, വാട്ട് ഈസ് ഇറ്റ്? ഞാൻ കേട്ടു നീ എന്തോ ഒരെണ്ണം മേടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, എന്തുവാ അത്? ഫ്രണ്ട്, സം ഹെഡ്ഫോൺസ് ആണ്. ദി ആർ സൂപ്പർ ചീപ്പ്, ഭയങ്കര വിലക്കുറവുണ്ട് അവിടെ. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, ബട്ട് ഹാവ് യു ചെക്ക്ഡ് ഇഫ് ദ വെബ്സൈറ്റ് ഈസ് സേഫ്? വെബ്സൈറ്റ് സേഫ് ആണെന്ന് ചെക്ക് ചെയ്തായിരുന്നോ? നോട്ട് റിയലി, ഇറ്റ്സ് ലുക്സ് ഫൈൻ. പക്ഷെ കണ്ട ഒരു വൃത്തിയും വിനയൊക്കെ ഉണ്ട്. Be careful, scammers often use fake sites with the big discounts. Does the site have a padlock symbol in the address bar? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഡ്രസ്സ്, വെബ്സൈറ്റിൽ നമ്മൾ അഡ്രസ്സ് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ സൈഡിലൊരു ലോക്ക് സിമ്പൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് സേഫാണ്. അപ്പം അങ്ങനെയുള്ള സിമ്പൽ ഉണ്ടോ എന്നൊക്കെ നീ ശ്രദ്ധിച്ചായിരുന്നോ? സ്കാമേഴ്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മൊത്തത്തിൽ നമ്മളെ പൂട്ടുന്ന ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഈ വെബ്സൈറ്റ് വഴി നമ്മളെന്തിലെങ്കിലും ഒന്ന് കയറി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ആയിരിക്കും ചിലപ്പോൾ ഹാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മൊത്തം അവർ ഹാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകും അല്ലേ? അങ്ങനെയുള്ളത് വല്ലതും ആണോ? നീ നോക്കിയോ? ഐ ഡിഡ്ന്റ് ചെക്ക്, ഞാൻ നോക്കിയില്ല. ലുക്ക് ഫോർ HTTPS ഇൻ ദ ലിങ്ക്. അറിയാലോ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് HTTPS അറിയാമല്ലോ. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? റിവ്യൂസ് നോക്കണം ഓൺലൈനിൽ. സം സൈറ്റ്സ് ടേക്ക് യുവർ മണി ആൻഡ് ഡോണ്ട് ഡെലിവർ. ചിലർ പൈസ അടിച്ച് മാറ്റാൻ വേണ്ടിയുള്ളവരായിരിക്കും. അവരെന്ത് ചെയ്യും? എല്ലാം മേടിക്കും, പക്ഷേ എന്ത് ചെയ്യില്ല? ഡെലിവറി ചെയ്യില്ല. ഫ്രണ്ട്, ഓ ഐ ഡിഡ്ന്റ് തിങ്ക് ഓഫ് ദാറ്റ്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഓൾസോ ചെക്ക് their റിട്ടേൺ പോളിസി ആൻഡ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ.
റിട്ടേൺ പോളിസി നോക്കണം, കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ, അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് പറയുമല്ലോ, അതും നോക്കണം. ഇഫ് ഇറ്റ് ഈസ് മിസ്സിംഗ് ഡോണ്ട് ട്രസ്റ്റ് ഇറ്റ്. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. ഫ്രണ്ട്, ഗുഡ് പോയിന്റ്, ഐ വിൽ ചെക്ക് ഫസ്റ്റ്. ഞാൻ നോക്കട്ടെ. താങ്ക്സ്, നോ പ്രോബ്ലം, ബെറ്റർ സേഫ് ദാൻ സോറി. എന്താണ് സോറി? എന്താണ് താങ്ക്സും സോറി ഒന്നും പറയണ്ട, നീ പിന്നീട് സോറി പറയുന്നതിനെക്കാട്ടിയും ഇപ്പം ഒന്ന് സേഫായിട്ട് ആദ്യം കാര്യങ്ങൾ ചെയ്യുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് തന്നെയാണ് ഇതിൻ്റെയും അർത്ഥം. ഇനിയുള്ളത് എന്താണ്? ആക്ടിവിറ്റി 3. നല്ല അടിപൊളിയായിട്ട് ഇതാ നോക്കൂ. റീഡ് ദ ഫോളോയിങ് ലെറ്റർ. ഒരു ലെറ്റർ തന്നിട്ടുണ്ട്, സൈഡിൽ ഇതാ കുറേ എന്താണ് നമ്മുടെ ക്ലൗഡ്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് സ്പേസും ഉണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. സംഭവം എന്താണ്? ഈ തന്നിരിക്കുന്ന ലെറ്ററിൻ്റെ എന്തിൻ്റെയൊക്കെ നേരെയാണ് ആ ക്ലൗഡ് കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടോ? അവിടെ ഇതെന്തൊക്കെയാണെന്നൊന്ന് എഴുതണം, അത്രേ ഉള്ളൂ. അപ്പം ലെറ്റർ എന്തിനെ പറ്റിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബോഡി ഷേമിങ് ഇതിനെ പറ്റിയിട്ട് ഇപ്പം ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണല്ലേ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള എഫക്ട്സ് എന്താണ്, അതെങ്ങനെയാണ് നമ്മളത് പരിഹരിക്കേണ്ടത്, പിന്നീട് ഡയറ്റിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി പറയുന്നുണ്ട്. ഇനി ഇതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ബോഡി ഷേമിങ്ങിന് പരിഹാരം എങ്ങനെ ചെയ്യണം, അതെങ്ങനെയാണ് കാണേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ലെറ്ററിൽ പറയുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് വായിച്ച അർത്ഥമൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ സൈഡിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് പറയണം. നോക്കൂ, ആദ്യത്തെ ഡേറ്റ് ആണ്, അത് അവർ കൃത്യമായിട്ട് അങ്ങ് തന്നു. ഇനിയുള്ളത് ദി എഡിറ്റർ ദി വ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ അഡ്രസ്സ്, റിസീവർ ആരാണോ നമ്മുടെ ലെറ്റർ റിസീവ് ചെയ്യേണ്ടത് അവരുടെ അഡ്രസ്സ്. പിന്നെയുള്ളത് അറിയാമല്ലോ, സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ സല്യൂട്ടേഷൻ, ഡിയർ സർ, റെസ്പെക്റ്റഡ് സർ, ഡിയർ മാഡം, ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നീടുള്ളത് ഇൻട്രൊഡക്ഷൻ ആണ്. അടുത്തത് കണ്ടൻ്റ് ആണ്, സെൻട്രൽ പാരഗ്രാഫിൽ തരുന്നത്. പിന്നെന്താണ്? ആ സജഷനാണ്, ആ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സജഷൻസ്. പിന്നീട് കൺക്ലൂഷൻ. പിന്നീട് എന്താണ്? സിൻസിയർലി നമ്മളൊരു കോംപ്ലിമെൻറ്റ് പറയുന്നു. പിന്നീട് എന്താണ്? ലാസ്റ്റ് ആരാണോ അയക്കുന്നത് അയാളുടെ പേര്, സിഗ്നേച്ചർ അല്ലെങ്കിൽ സ്ഥലം. ഇവിടെ പേരും സ്ഥലവുമാണ്. ഇത്രയുമാണ് ഉള്ളത്. Now, write a letter to the editor of a leading daily about the adverse effects of ads on children and youngsters. ഇനി ലീഡിങ് ആയിട്ടുള്ള ഒരു ഡെയിലി പത്രമായിക്കോട്ടെ, മാഗസിൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർക്ക് നിങ്ങളൊരു ലെറ്റർ അയക്കണം. എന്തിനെ പറ്റിയിട്ടാണ്? ഈ പരസ്യം കുട്ടികളിൽ ഉണ്ടാക്കുന്ന അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്ട്സ്, യങ്സ്റ്റേഴ്സിനും കുട്ടികൾക്കും ഉണ്ടാകുന്ന ദോഷവശങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. കത്തൊക്കെ എഴുതാൻ നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് എഴുതിയാലോ മക്കളെ? എന്താണ്? ആദ്യമേ യോർ നെയിം, യോർ അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, ഡേറ്റ്, പിന്നെ ഫ്രം ആണ് ആദ്യം വെച്ചത്, പിന്നീട് ടു, ദി എഡിറ്റർ, ന്യൂസ് പേപ്പറിൻ്റെ പേര്, ന്യൂസ് പേപ്പറിൻ്റെ അഡ്രസ്സ്, ബാക്കി ഡീറ്റെയിൽസ് പിൻകോഡൊക്കെ ഉണ്ടെങ്കിൽ അത്. സബ്ജക്റ്റ്, ദി ഹാംഫുൾ എഫക്ട്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓൺ ചിൽഡ്രൻ ആൻഡ് യങ്സ്റ്റേഴ്സ്, അല്ലേ? അതാണ് ക്വസ്റ്റ്യനിലുണ്ട്. ഡിയർ സർ ഓർ മാഡം, I am writing to highlight the negative impact of advertisement on children and young people. Ads often promote unhealthy foods and products that are not suitable for their age. Unhealthy products, ഫുഡ്, ഇതൊക്കെയാണ് ഈ പരസ്യങ്ങളിലൂടെ കാണുന്നത്. കുട്ടികളുടെ ഏജിന് അത് സ്യൂട്ടബിൾ അല്ല. ദിസ് ക്യാൻ ലീഡ് ടു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ഒബിസിറ്റി ആൻഡ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കാം? ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ഒബിസിറ്റി, പൊണ്ണത്തടി, അതുപോലെ മറ്റ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകാം. ഇൻക്ലൂഡിങ് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ് കൺസേൺസ്. എൻ്റെ ബോഡി ശരിയല്ല എന്നൊക്കെയുള്ള ചിന്ത, ഇതൊക്കെ, പിന്നെ ബോഡി ഇമേജിനെ പറ്റിയിട്ടുള്ള ഒരു ആകുലത, ഇതൊക്കെ ഉണ്ടാകാം. യങ് പീപ്പിൾ ആർ പെർട്ടിക്കുലർലി വൾണറബിൾ ടു ആഡ്സ് ദാറ്റ് ക്രിയേറ്റ് അൺറിയലിസ്റ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് വാല്യൂസ്. ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ്? പരസ്യം കണ്ടിട്ട് ഇതുപോലെ ഇരിക്കണം, ഇങ്ങനെയാണ് ഒരു വ്യക്തി ഇരിക്കേണ്ടത്, ഇങ്ങനെയുള്ളത് അവരുടെ കുട്ടികളുടെ മനസ്സിലങ്ങ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ അത് മാത്രമാണോ, കയ്യിൽ കിട്ടുന്ന കുറേ പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് എന്താണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെയുള്ള ചിന്തകൾ ഈ കുട്ടികളിൽ അങ്ങ് അടിച്ചേൽപ്പിച്ചു. എന്താ കാര്യം? പരസ്യം. ദീസ് ആഡ്സ് ഓൾസോ പ്രഷർ ദം ടു ബൈ തിങ്സ് ദേ ഡോണ്ട് നീഡ്. കുട്ടികൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പ്രഷർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത്. വിച്ച് എഫക്ട്സ് ദെയർ പ്രയോറിറ്റീസ് ആൻഡ് സെൽഫ് വർത്ത്. അത് അവരുടെ പ്രയോറിറ്റീസ്, പരിഗണനകളും അവരുടെ സെൽഫ് വർത്തും, ഒരു വാല്യൂ ഉണ്ട് നമുക്കല്ലേ, അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ബാധിക്കുന്നതാണ്. ഐ ഏർജ് ദ പബ്ലിക് ആൻഡ് മീഡിയ ടു റൈസ് അവെയർനെസ് അബൌട്ട് ദിസ് ഇഷ്യൂ. മീഡിയയും അതുപോലെ തന്നെ പബ്ലിക്കും ഒക്കെ എന്ത് ചെയ്യണം? ഈ ഇഷ്യൂസിനെതിരായിട്ട് വോയിസ് ഉയർത്തണം. സ്ട്രോങ്ങർ റെഗുലേഷൻ ഷുഡ് ബി ഇൻ പ്ലേസ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഹാംഫുൾ ആർട്സ്.
സ്ട്രോങ് ആയിട്ടുള്ള റെഗുലേഷൻസ് വേണം. എന്തിനാ? ഈ പരസ്യങ്ങളിൽ നിന്നും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഇത്രയൊക്കെ മതി, സിമ്പിളാണ്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. സിൻസിയർലി പേര്, പിന്നെന്താണ്, നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കണോ അതോ നിങ്ങളുടെ അഡ്രസ്സ് മതിയോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അഡ്രസ്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഒരു ആക്ടിവിറ്റി കൂടിയാണ് ഇതിനകത്ത് ഉള്ളത്, ആക്ടിവിറ്റി 4. അതിൽ തന്നെ നല്ല രീതിയിലുണ്ട്. നോക്കൂ, ലുക്ക് അറ്റ് ദ കാർട്ടൂൺ തന്നിട്ടുണ്ട്. ഷോൾ വി ഹാക്ക് എ ന്യൂസ് അക്കൗണ്ട് ദാറ്റ് നോസൺ ദാറ്റ്സ് എ സീരിയസ് സൈബർ ക്രൈം. അപ്പോൾ അനുവിൻ്റെ അക്കൗണ്ട് അങ്ങ് ഹാക്ക് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഹാക്കിംഗ് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് അറിയാം. അപ്പോൾ അച്ഛന് എന്താ പറയുക, മോനി അത് കുറ്റവാ എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയാനല്ലയോ? അങ്ങനെയല്ലല്ലേ, അച്ഛന്മാരൊന്നും അങ്ങനെ പറയത്തില്ല. എന്തു പറയും? അതൊന്നും ശരിയല്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ അത് സൈബർ ക്രൈം ആണ് എന്ന് നിങ്ങളെ അറിയിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ ബോയ് ആസ്ക്? കുട്ടി എന്താ ചോദിച്ചത്? നമ്മൾ കേട്ടതല്ലേ, എന്താ അനുവിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്താലോ? അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? അതൊരു സൈബർ ക്രൈം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹിയർ ദ ഫാദർ മേക്സ് ഹിസ് സൺ അവെയർ ഓഫ് സൈബർ എറ്റിക്. അപ്പോൾ സൈബർ എറ്റിക് എന്ന് പറയുന്നത് എന്താണ്? സൈബർ റൂൾസ്, അല്ലെങ്കിൽ നമ്മളൊരു സൈബറിൽ നമ്മളൊരു ഫീൽഡിൽ ചെല്ലുമ്പം അവിടെ കുറച്ച് മര്യാദകൾ പാലിക്കണം. അതാണ് ഈ എറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈബർ എറ്റിക്, സൈബർ മര്യാദ ആണ് എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. വാട്ട് എൽസ് ഷുഡ് ബി ബെയർ ഇൻ മൈൻഡ് വെൻ വി ആർ ഇൻ സൈബർ സ്പേസ്? ഒരു സൈബർ സ്പേസിലായിരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എ ഫ്യൂ ടേംസ് ദാറ്റ് വി യൂസ് വൈൽ ഡിസ്കസിങ് ദ സൈബർ വേൾഡ് ആർ ഗിവൺ ബിലോ. സൈബർ വേൾഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്. സൈബർ എറ്റിക്, സൈബർ എത്തിക്സ്, സൈബർ ക്രൈം, സൈബർ സേഫ്റ്റി. അപ്പോൾ ഡിസ്കവർ ദെയർ മീനിങ്, ഇതിൻ്റെ മീനിങ് കണ്ടുപിടിക്കണം. കൺസൾട്ടിങ് യുവർ ടീച്ചർ ഓർ റെഫറിങ് ടു അതർ സോഴ്സസ്. ഒന്നുകിൽ നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്ത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണോ നിങ്ങൾക്കിപ്പോൾ മാർഗമില്ലാത്ത. റൈറ്റ് ദ മീനിങ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇനി അതിൻ്റെ മീനിങ് ഇവിടെ എഴുതുക. വൺ ഹാൻഡ്സ് ബീൻ ഡൺ ഫോർ യു. സൈബർ എറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വി നീഡ് ടു പ്രാക്ടീസ് ഓൺലൈൻ മാനേഴ്സ്. കണ്ട, നമ്മൾ കുറച്ച് മര്യാദകളുണ്ട്, അത് വേണം. ടു ബിഹേവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് കോർട്ടിയസ്ലി ടു ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ബിഹേവ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരാളുടെ കമൻറ്റ് പോലും, ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ താഴെ മോശപ്പെട്ട കമൻറ്റ് എഴുതുക, അതൊക്കെ സൈബർ എറ്റിക്കാണ് അല്ലേ. സൈബറിൽ നമ്മളൊരു നല്ല കമൻറ്റ് എഴുതുക എന്നുള്ളത് നമ്മുടെ മര്യാദ. അപ്പം മോശം കമൻറ്റ് എഴുതിയാലോ അതതിന് എതിരാണ്. അപ്പം എല്ലാം നമ്മൾ നോക്കിയേ സൈബർ സ്പേസിൽ പ്രവർത്തിക്കാവൂ. ഇനി സൈബർ എത്തിക്സ്. എന്താണ് എത്തിക്സ്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്, ഓരോ നിയമങ്ങൾ എന്നുള്ളത് പറയുന്നത് പോലെ. ഇറ്റ് റെഫേഴ്സ് ടു ദ മോറൽ റൂൾസ്. മോറൽ റൂൾസ് ആണ് എത്തിക്സ് ഫോർ യൂസിങ് ദ ഇൻ്റർനെറ്റ്, ഇൻക്ലൂഡിങ് റെസ്പെക്ടിങ് പ്രൈവസി ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അടുത്തത് സൈബർ ക്രൈം. സൈബർ ക്രൈം ഈസ് ഇല്ലീഗൽ ആക്ടിവിറ്റി ഓൺ ദ ഇൻ്റർനെറ്റ്. അത്രയും ഓർക്കണം. സച്ചേഴ്സ് എന്തൊക്കെ? ഹാക്കിംഗ് ആണ്, ഓൺലൈൻ ഫ്രോഡ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഇതൊക്കെ അല്ലേ. ഒരാളുടെ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ അവരുടെ പേര് പറഞ്ഞ് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് അയക്കുന്നതൊക്കെയാണ് ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഇനി സൈബർ സേഫ്റ്റി. സൈബർ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷിതത്വം തന്നെ. ഈസ് അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഫ്രം ഓൺലൈൻ ഡേഞ്ചേഴ്സ് ബൈ സെക്യൂറിങ് പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് യൂസിങ് സേഫ്റ്റി ടൂൾസ്. നമ്മളെങ്ങനെയാണ് എല്ലാം സേഫാക്കി വയ്ക്കുക? പാസ്വേഡ് ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക, എല്ലാത്തിനും പാസ്വേഡ് തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സേഫ്റ്റിക്കകത്ത് പെടും കേട്ടോ. ഇനി ബി, a few actions related to the cyber world are given below. തന്നിരിക്കുന്നത് സൈബർ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ഷൻസ് ആണ്. പ്ലേസ് ദം ഇൻ ദ ടേബിൾ ദാറ്റ് ഫോളോസ്. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ഡൂസും ഡോൺസുമാണ്. ചെയ്യാൻ പറ്റുന്നത്, ചെയ്തുകൂടാത്തത്. അപ്പം നമ്മൾ ഡൂസ് പറഞ്ഞ് അർത്ഥം പറഞ്ഞങ്ങ് പോകാം. ഡൂസ് എന്തൊക്കെയാണ്, ഡോൺസ് എന്തൊക്കെയാണ്? അപ്പോൾ ഡൂസ് നോക്കൂ. ഇതിൽ ബിയിൽ തന്നിരിക്കുന്നതാണ് ഇവിടെ ഡൂസിൽ ഞാൻ പറയുന്നത്. അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഫോൾസ് ഇൻഫർമേഷൻ ഓർ റൂമേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലേ. ഫോൾസ് ഇൻഫർമേഷനും റൂമറും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ പറയരുത്. അടുത്തത് ചെക്ക് ദ ഫാക്ട്സ് ബിഫോർ ഷെയറിങ് ഇൻഫർമേഷൻ. എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് സത്യാവസ്ഥ അറിയുക. കുറേ വ്യാജ വാർത്തകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. ശരിയോ തെറ്റോ എന്നൊന്നും അന്വേഷിക്കത്തില്ല, അത് വേണം. അവോയ്ഡ് പോസ്റ്റിംഗ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോട്ടോസ് ഓർ കമൻസ് ദാറ്റ് കുഡ് ഹേർട്ട് അതേഴ്സ്. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസും കമൻസും ഒന്നും ഇടാതിരിക്കുക. ബി കോഷ്യസ് വൈൽ ഗ്രാൻഡിങ് പെർമിഷൻസ് ടു മൊബൈൽ ആപ്സ്. മൊബൈൽ ആപ്പുകളൊക്കെ ഇങ്ങനെ വരും സജഷനായിട്ട്, എന്നിട്ട് എന്നാൽ ഡൗൺലോഡ് ചെയ്തോന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് അക്സെപ്റ്റ് കൊടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിനെ പറ്റിയിട്ട് നോക്കിയിട്ട് വേണം. ഒരു സ്പെല്ലിംഗ് വ്യത്യാസത്തിൽ പോലും വ്യാജ ആപ്പുകളുണ്ട്, അതും ശ്രദ്ധിക്കുക. പ്രൊട്ടക്റ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് പ്രൈവസി. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ പ്രൈവസി, ഇതൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഡൂസ്.
ഡോൺസ് നോക്കൂ. പോസ്റ്റ് ഇൻസൾട്ടിങ് കമൻസ് ഓൺ സോഷ്യൽ മീഡിയ. ഇൻസൾട്ട് ചെയ്യുന്നത് ഡോണ്ടാണ്. ഹാക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ടു ചീറ്റ് അതേഴ്സ്, അത് ഡോണ്ടാണ്. എന്ത് ചെയ്യുക, ഓൺലൈൻ പ്ലാറ്റ്ഫോം മറ്റുള്ളവരെ ഹാക്ക് ചെയ്തിട്ട് ചീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക, തെറ്റ്. ഷെയർ പാസ്വേഡ്സ് ചെയ്യരുത്. ഡൗൺലോഡ് മൂവീസ്, മ്യൂസിക് ഓർ സോഫ്റ്റ്വെയർ ഫ്രം അൺഓതറൈസ്ഡ് സോഴ്സസ്. എന്താണ്, ഓതറൈസ്ഡ് അല്ലാത്ത സോഴ്സുകളിൽ പോയിട്ട് മൂവി, മ്യൂസിക്കും സോഫ്റ്റ്വെയറും ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് തെറ്റ്. വയലേറ്റ് കോപ്പിറൈറ്റ് ലോസ്, ചിലതിനൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട്, അതൊക്കെ വയലേറ്റ് ചെയ്യുന്നത് തെറ്റ്. ക്യാപ്ചർ ആൻഡ് ഷെയർ ഫോട്ടോസ് വിത്തൗട്ട് പെർമിഷൻ, ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്തും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, ഇതൊക്കെ തെറ്റ്. ഷെയർ പേഴ്സണൽ ഡീറ്റെയിൽസ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ ഓർ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ്. എന്താണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായിട്ട് അല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുമായിട്ടൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് തെറ്റ്. സെൻഡ് സ്പാം മെസ്സേജസ്. എന്താണ് സ്പാം? കുറേ പേർക്ക് ഒറ്റ അടിക്കൊക്കെ നമ്മൾ കുറേ മെസ്സേജുകളൊക്കെ, വേണ്ടാത്ത മെസ്സേജുകളൊക്കെ ഇങ്ങോട്ട് അയക്കൂലേ, അതും തെറ്റ്. ഇത്രയുമാണ് ഉള്ളത്. ഇനി സി എന്താണ്? നൗ കംപ്ലീറ്റ് ദ ഡയലോഗ് ബബിൾ ഗിവൺ ബിലോ. മം, മൈ ടീച്ചർ ടോൾഡ് us to beware ഓഫ് ഫിഷിംഗ്. വാട്ട് ഈസ് ഇറ്റ്? ചോദ്യം, ഫിഷിംഗ്. ടീച്ചർ പറഞ്ഞു ഫിഷിങ്ങിനെ സൂക്ഷിക്കണം. എന്താ അമ്മേ ഫിഷിംഗ്? ഫിഷിംഗ് എന്താണ് എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഫിഷിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് വെയർ അറ്റാക്കേഴ്സ് ട്രൈ ടു ട്രിക്ക് പീപ്പിൾ ഇൻ ടു ഷെയറിങ് പേഴ്സണൽ ഇൻഫർമേഷൻ. അതായത് ഒരു സൈബർ അറ്റാക്കാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ എന്ത് ചെയ്യണം, നമ്മളെ ഒന്ന് കൊടുക്കണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യണം. എന്തൊക്കെ പോലെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പർ, ഇതൊക്കെ നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ആ രീതിക്കാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫോമോ അല്ലെങ്കിൽ ഒരു ലിങ്കോ ഒക്കെ അയച്ചിട്ട് അതെല്ലാം നമ്മളോട് ഷെയർ ചെയ്യാൻ പറയും, നമ്മളൊക്കെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കും. ഇത്തരത്തിൽ ചെയ്യുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ദേ ഡു ദിസ് ത്രൂ ഫേക്ക് ഇമെയിൽസ്. ഉണ്ടാ, ഫേക്ക് ഇമെയിൽസ്, മെസ്സേജ്, വെബ്സൈറ്റ്സ്, ഇതൊക്കെ വഴിയാണ് അവരിത് നമുക്ക് അയക്കുന്നത്. ലുക്ക് that websites, ഇതെല്ലാം എന്ത് ചെയ്യും? that look like they come from trusted sources. കണ്ടാൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അല്ലേ? ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ. നമ്മൾ കണ്ടാൽ എന്തായിരിക്കും, ഇത് ആ സൈറ്റിൽ നിന്നുള്ളതാണല്ലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് വിശ്വസിക്കും. എന്തൊക്കെ പോലെ ബാങ്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെ വരുന്ന എന്തെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള എന്താണ് വലയായിരിക്കും അവർ നമ്മുടെ മുന്നിൽ വിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അങ്ങ് കൊടുക്കും. അവസാനം എന്ത് മനസ്സിലാവും, അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുമ്പോഴേക്കും നമ്മുടെ കുറേ പൈസയും നമ്മുടെ കുറേ ഡീറ്റെയിൽസും ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. As part of the activities of the IT club, organize a seminar on the topic prospects and pitfalls of the cyber world. ഇനി സെമിനാർ നിങ്ങൾ അവതരിപ്പിക്കണം സ്കൂളിൽ. എന്താണ് സൈബർ വേൾഡിൻ്റെ നല്ലതും മോശവുമായിട്ടുള്ള വശങ്ങൾ, ചതിക്കുഴികളും നല്ല വശങ്ങളും രണ്ടും അല്ലേ? ഒരു സെമിനാർ ആകുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും പറയണമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. സെമിനാറിൽ നമ്മൾ ഒരു സൈഡ് മാത്രമല്ല പറയുക, പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഒക്കെ പറയും. ഇപ്പോൾ ഡിബേറ്റും സെമിനാറും എന്തായാലും നമ്മളെല്ലാം പറയാറുണ്ട്. അപ്പോൾ ഇത്രയായപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റിയും കൂടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് 5 ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി ഇത് ഇങ്ക് ആൻഡ് ദ മെലഡി, ഇനി അതാണുള്ളത് അല്ലേ? അത് ഉടനെ എടുക്കുന്നതായിരിക്കും, ഒട്ടും വൈകില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പം നന്നായിട്ട് പഠിക്കുക, മിടുക്കരായിട്ടിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും, താഴെ നിന്ന് കമൻറ്റ് ചെയ്യൂ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്